ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. സിസ്റ്റർ ഞങ്ങളുടെ കൈകളിലേക്ക് പ്രൊസീജിയർ ഡോക്യുമെൻ്റ് കൊണ്ട് തന്നു. ഞങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സിൽ ഇച്ചിരി ടെൻഷനും ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. അതിനേക്കാളുപരി ഇത്രയും നാളും കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ അനക്കങ്ങളിലൂടെ മാത്രം ഞാൻ സ്നേഹിച്ചു കൊണ്ടിരുന്ന, ഇതുവരെ കാണാത്ത വ്യക്തിയെ ഏറ്റവും കൂടുതൽ, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ട് മാറിയ ആളിനെ ഞാനിത് നേരിൽ കാണാൻ പോകുന്ന ആ ഒരു സന്തോഷമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ ഞാൻ നേരിൽ കാണുമല്ലോ എന്നുള്ള ആ ഒരു സന്തോഷമാണ് എന്നിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഡോക്ടർ സി സെക്ഷനാണ് പറഞ്ഞിരുന്നത്. 2 വീക്സ് ഏർലിയറാണ്. കാരണം ഫ്ലൂയിഡ് കുറവായതിൻ്റെ പേരിൽ സി സെക്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നോർമൽ ഡെലിവറി പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏകദേശം 4-5 ദിവസത്തെ അഡ്മിഷന് ശേഷമാണ് കേട്ടോ നമ്മൾ സി സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്. ഇപ്പോൾ ഡേറ്റ് എല്ലാം ഫിക്സായി. നാളത്തെ ദിവസമാണ് നമുക്ക് സി സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറിൻ്റെ ഫസ്റ്റ് കേസായിട്ട് തന്നെയാണ് എന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് റെഡിയായിരിക്കുകയാണ്. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ പേടിയാണ്. എന്താകും എന്നുള്ള ആ ഒരു ടെൻഷൻ നന്നായിട്ട് തന്നെ ഉണ്ട് എൻ്റെ ഉള്ളിൽ. അതിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞതുപോലെ ആ ബേബീനെ കാണാൻ പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് കൂടുതൽ എന്നിലുണ്ടായിരുന്നത്. എന്നാലും ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഫസ്റ്റ് കേസായിട്ട് അതിരാവിലെ തന്നെ ഞാൻ റെഡിയായി നിൽക്കേണ്ടി വന്നു. കുറച്ച് സമയം കൂടി ഒന്ന് റെസ്റ്റ് എടുത്ത് അങ്ങനെ ഒന്നും പറ്റിയില്ല. രാവിലെ ഒന്ന് റെഡിയായി ഇറങ്ങേണ്ടതായിട്ട് വന്നു. പിന്നെ രാജശ്രീ നന്നായിട്ട് എനിക്ക് ധൈര്യം തന്നു. ഒരു കുഴപ്പമില്ല, നീ പോയിട്ട് ഉടൻ തന്നെ കുഞ്ഞു വാവയായിട്ട് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞ് രാജശ്രീ നല്ല ധൈര്യമൊക്കെ തന്നു വിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരുടെ ഒന്ന് വലിയ യാത്രയൊക്കെ ബൈക്ക് പറഞ്ഞ് പോയിട്ട് ഒട്ടന്നെ വരാമെന്നെല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. ലേബർ റൂമിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഞാൻ കാത്തിരുന്ന എൻ്റെ കൺമണിയെ ഞാൻ കണ്ടു. ഞങ്ങൾക്ക് കിട്ടിയത് നല്ലൊരു കുഞ്ഞു മോളാണ്. എനിക്ക് ആ സന്തോഷം സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകളിലൂടെ ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രമാത്രം സന്തോഷം. ഇത് ഞാനിപ്പോൾ വീട്ടിൽ എത്തിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏകദേശം 2 ആഴ്ചയിൽ കൂടുതലാവുന്നുണ്ട് നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ട്. 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. അപ്പോൾ ഡിസ്ചാർജ് ആയതിനു ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഡോക്ടറിനെ കാണാൻ പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചു തന്നത് ഞങ്ങളുടെ ഡോക്ടറാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടർ. ഡോക്ടറിൻ്റെ അടുത്ത് ഇത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയാകില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഞാൻ മുമ്പ് ഇട്ടിരുന്ന വീഡിയോയിൽ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അനുഭവങ്ങളൊക്കെ വളരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒത്തിരി പേരുടെ അനുഭവങ്ങളുണ്ടായിരുന്നു. ഒത്തിരി പേരുടെ അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമാകും, ഒരുപാട് പേർക്ക് പ്രതീക്ഷകളുണ്ടാക്കും. വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ്ങുമായിട്ടാണ്. ഈ സന്തോഷ നിമിഷത്തിൽ കൂടെ നിന്ന എല്ലാവർക്കും, നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി.